എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കാരിഗോ അദ്ദേഹം ആണെങ്കിൽ അവരുടെ എക്സാം പേപ്പേഴ്സുമായിട്ട് അവരുടെ അടുത്തേക്ക് വരും. സ്റ്റുഡൻസിന് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം അവരുടെ വെക്കേഷന് മുൻപ് മാർക്ക് അറിഞ്ഞ അവർക്കൊരിക്കലും വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ല. അവർ നിലവിളിച്ചു പറയും, പ്ലീസ് മാസ്റ്റർ ദയവ് ചെയ്ത് ഇപ്പൊ മാർക്ക് പറയരുത്. ഇപ്പൊ നിങ്ങൾ മാർക്ക് പറഞ്ഞ ഞങ്ങളെ കൊണ്ട് ഈ ഒരു വെക്കേഷൻ അത് അടിച്ചു പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് റിക്വസ്റ്റ് ചെയ്യും. ടീച്ചറാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി, സോ നിങ്ങൾ ആരും തന്നെ ഫെയിൽ ആയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വലിയ വെക്കേഷൻ അത് ഇഷ്ടം പോലെ ആഘോഷിക്കാം. അത് കേട്ട് ഇപ്പൊ സ്റ്റുഡൻസ് അവര് ചാടി മറിഞ്ഞും കുട്ടിക്കാരനും മറിഞ്ഞുമൊക്കെ അവരുടെ സന്തോഷം അത് കാണിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ ആ 3 പേരെ ഇപ്പോ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ 3 പേരും ആവറേജ് എബോ മാർക്ക് വാങ്ങി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്കിങ് ഞാൻ ഇംപ്രൂവ് ചെയ്യാണ്. അവർക്ക് 3 പേർക്കും ഫസ്റ്റ് റാങ്കിൽ നിന്ന് ഇപ്പൊ സെക്കൻഡ് റാങ്കിലേക്ക് പ്രമോഷൻ കൊടുക്കും. അതുപോലെ തന്നെ ആ ജീനിയസ് പയ്യന് അവനിപ്പോ സെക്കൻഡ് റാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തേർഡ് റാങ്കിലേക്ക് പ്രമോഷൻ കൊടുക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ആകാംക്ഷയോട് കൂടെ ഹീറോയുടെ റിസൾട്ട് അതെന്തായിരിക്കും എന്നാണ് കാത്തിരിക്കുക. ഉടനെ കാരിഗോ ആണെങ്കിൽ ഹീറോയെ അടുത്തേക്ക് വിളിച്ച് അവന്റെ പേപ്പർ അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞും നീ ഇപ്പോ ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കുകയാണ്. ഹീറോ ആ പേപ്പർ കാണേണ്ട താമസം തുള്ളിച്ചാടി ഇപ്പോ പ്രൊഫസർ ബാലിനെ തേടി ആളുടെ അടുത്തേക്ക് ഓടുകയാണ്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ബാലിന്റെ അടുത്തേക്ക് ഓടിയെത്തും. ആള് പുറത്തേക്ക് വരും. ആള് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫ്രീക്കായിട്ട് നിൽക്കുകയാണ്. ആളുടെ ഫ്രീക്ക് ലുക്ക് കണ്ട് ഹീറോ ഒരു സെക്കൻഡ് ഷോക്കാവും. അയ്യോ, അങ്ങയുടെ മുടിക്ക് എന്തു പറ്റി, എന്താ ഈ കോലം? അതിനാള് പറയും, ഞാനൊന്ന് ഫ്രീക്കാവാൻ നോക്കിയതാണ്, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ? അതിന് ഹീറോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവന്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കും. മാസ്റ്ററിനാണെങ്കിൽ അതുകൊണ്ട് ഒത്തിരി സന്തോഷാവും. മാസ്റ്റർ അവനെ ഉയർത്തിയെടുത്ത് ഇപ്പൊ വട്ടത്തിൽ കറക്കുകയാണ്. ഒരുപാട് നേരം കറക്കി അവനെ താഴെ നിർത്തും. ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് തലയൊക്കെ കറങ്ങും. അവനിപ്പോ ഗിഫ്റ്റായിട്ട് മാസ്റ്റർ ഫയർ ഒക്കെ ഇജക്ട് ചെയ്യുന്ന ഒരു ഫ്ലവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. മാസ്റ്റർ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഫയർ ഒന്നും ഇപ്പൊ ഇജക്ട് ചെയ്യില്ല, ഇത് നിനക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ഇറുമ, നീ പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോ എന്റെ മുടിയൊക്കെ വെട്ടിയത്. കുറെ കൂടെ സിമ്പിളും അട്രാക്റ്റീവ് ആയിട്ട് നടന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഞാൻ നോർമലാണെന്ന് തോന്നുന്നു. അവരും പേടിയില്ലാതെ എന്നെ കൂടെ ചേർത്ത് നിർത്തണമെങ്കിൽ ഞാൻ ഉറപ്പായാലും അല്പം സ്റ്റൈലും ഗ്രൂമിങ്ങും ഒക്കെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഹായ് ആയിട്ട് ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ എക്സാമില് സ്കൂളിൽ നിന്ന് ഫെയിലായ എല്ലാവരുടെയും പേര് നെയിം ബോർഡിൽ ഇട്ടിരിക്കുകയാണ്. സ്റ്റുഡൻസുകൾക്കെല്ലാം ഭയങ്കര അത്ഭുതം. കാരണം ഹീറോയുടെ ക്ലാസ്സിലെ ഒരു കുട്ടികൾ പോലും ഫെയിലിയർ ആയിട്ടില്ല. അവർക്കാണെങ്കിൽ ആ ഒരു റിസൾട്ടൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അതേസമയം ഇവിടെ കാരിഗോ മാസ്റ്റർ ഇപ്പൊ ബാലൻ മാസ്റ്ററുടെ ഹെയർ സ്റ്റൈൽ കണ്ട് ചിരിക്കും. നിങ്ങൾക്ക് എന്തു പറ്റി, എന്താ ഇങ്ങനൊരു കോലം? നിങ്ങൾ ഈ മുതുക്കു പ്രായത്തില് ട്രെൻഡും ഫ്രീക്കി ആവാൻ നോക്കുകയാണോ? എന്തായാലും നല്ല മാക്രി പോലുണ്ട് കാണാൻ. ബാലനാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. നീ എന്തിനാ എപ്പോഴും എന്നെ കളിയാക്കണേ? അതിന് മാസ്റ്റർ ആണെങ്കിൽ ആളെ ഹഗ് ചെയ്യാണ്. ആക്ച്വലി നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ചെറുപ്പം മുതൽ കളിച്ചു വളർന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഈക്വൽ ആയിട്ട് നിനക്കും റാങ്കിങ് ഉണ്ട്. കാരിഗോ നൈസായിട്ട് അവന്റെ റാങ്കിങ് ബാഡ്ജ് അത് തൊട്ട് നോക്കും. അത് 8th റാങ്കിലാണുള്ളത്. മാത്രമല്ല ബാലിന്റെ ബ്ലഡ് ലൈൻ പവർ അത് മറ്റുള്ളവർ കള്ളം പറയാണോ സത്യം പറയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവാണ്. നിന്നെക്കൊണ്ട് ഈ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ അവരുടെ ക്യാരക്ടറൊക്കെ അറിഞ്ഞ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് ബാലൻ പറയും, ഇല്ല, ഈ സ്കൂളിലെ ഒരു കുട്ടിയെ മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് നടക്കും. കാരിഗോ ആണെങ്കിൽ ഇപ്പോഴും ബാലൻ മാസ്റ്ററുടെ ഹെയർ സ്റ്റൈൽ തന്നെയായിരിക്കും നോക്കുക. വാവ്, ആക്ച്വലി ഈ ഹെയർ സ്റ്റൈല് നല്ലതാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ പച്ചമുടി പെണ്ണും ആസും അവർ രണ്ടുപേരും ചേർന്ന് ഹീറോ എക്സാമിൽ ജയിച്ചതിന് ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആവരിക്കും ഭയങ്കര സന്തോഷം. കാരണം ഹീറോ അവൻ കഷ്ടപ്പെട്ട് എക്സാമിൽ പാസ്സായി. സോ അവളാണെങ്കിൽ ഹീറോയെ അവളുടെ അടുത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. പുതിയ കോമിക് ബുക്സ് അത് വായിക്കാനും അവൻ ഇഷ്ടപ്പെട്ട ഒരു കോഫി പൗഡർ അവന് കൊടുക്കാനും. അടുത്ത നിമിഷം ഡോറൊക്കെ തുറന്ന് ക്ലാര ഇപ്പൊ അവിടേക്ക് വരികയാണ്. അവരെയാണെങ്കിൽ അവളെ കണ്ട് വണ്ടർ അടിക്കും. നിനക്ക് എന്ത് വേണം, നീ എന്താ ഇവിടെ? അതിന് അവള് പറയും, ആക്ച്വലി ഹീറോ പയ്യൻ അവൻ എക്സാമിൽ ജയിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു പാർട്ടിയിലാണ്. സോ ഇപ്പൊ നിന്റെ അടുത്തേക്ക് വരാനായിട്ട് അവനെ കൊണ്ടാവില്ല. ഇത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിന്നെ ക്ഷണിക്കാനൊന്നും പറഞ്ഞ് അവള് ഹീറോയ്ക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരുന്ന ആ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അവളിപ്പോ
ആവരിയെ പിടിച്ചു വലിച്ച് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ നമ്മുടെ ഗേൾസ് ഇപ്പോ അടിപൊളിയായിട്ട് പാർട്ടിയൊക്കെ ആഘോഷിക്കുകയാണ്. ആവരി കഷ്ടപ്പെട്ട് ഹീറോയ്ക്ക് വേണ്ടി മാത്രം കളക്ട് ചെയ്ത് വെച്ച ആ കോഫി പൗഡർ അതൊക്കെ എടുത്ത് നമ്മുടെ പച്ചമുടി പെണ്ണ് എല്ലാവർക്കും ഇപ്പൊ കോഫിയൊക്കെ ഇട്ട് കൊടുക്കും. ആവരിക്കാണെങ്കിൽ ദേഷ്യം കൂടി വരും. പക്ഷെ വേറെ വഴിയില്ലാതെ അവളും ഇപ്പൊ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാണ്. പച്ചമുടി പെണ്ണ് ഓടി വന്ന് ഇപ്പൊ ആവരിയുടെ ഹെയർ തൊട്ട് നോക്കും. വാവ്, ഇത് ശരിക്കും സ്മൂത്ത് ആയിട്ടുണ്ട്. മാഡം എന്താണ് ഈ ഹെയറിന് ഇട്ട് കൊടുക്കുന്നത്? അതിനാവരി, ഞാനിതിന് എപ്പോഴും കണ്ടീഷണറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. സോ അങ്ങനെയാണ് എൻ്റെ ഹെയർ ഇത്രയും സ്മൂത്ത് ആയിട്ട് കിടക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ കുറുമ പെണ്ണാണെങ്കിൽ അവൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണറിനെ കുറിച്ച് ഒരു സെക്കൻഡ് ചിന്തിക്കും. ആക്ച്വലി അവൾ തന്നെയാണ് അതിൻ്റെ അഡ്വർടൈസ്മെന്റും കൊടുക്കുന്നത്. ക്ലാരയാണെങ്കിൽ ചാടി നിന്ന് പറയും, ഞാൻ മുഖത്തും മുടിയിലും കാലിലും കയ്യിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരേ സോപ്പാണ്, കണ്ടീഷണറൊന്നും ഉപയോഗിക്കാറേ ഇല്ല. അതിനൊരു പെണ്ണ് പറയും, തീർച്ചയായിട്ടും ഇനി മുതൽ നീ മുടിയിൽ കണ്ടീഷണർ ഇടണം. അങ്ങനെയാണെങ്കിൽ നിന്റെ മുടിയും ഞങ്ങളുടെ മുടി പോലെ വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിരിക്കും. ഒരുപാട് പേര് നിന്റെ മുടിയൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആവുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബോയ്സ് അവരാണെങ്കിൽ പാട്ടും ഡാൻസും ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. അടുത്തതായിട്ട് പാട്ട് പാടേണ്ടത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് ഓർമ്മ വരില്ല. അവനാകെ അറിയാവുന്നത് കുറുമയുടെ കൂടെ ലേഡീസ് വോയിസിൽ പാടിയ ആ ഒരു പാട്ട് മാത്രമാണ്. ചെക്കന് വേറെ ഗദ്യന്തരമൊന്നും ഇല്ലാതെ അവൻ അതേ പാട്ട് തന്നെ ഇപ്പൊ വീണ്ടും അവരുടെ മുമ്പിൽ പാടും. അവർക്കെല്ലാവർക്കും ആ പാട്ട് ഒത്തിരി ഇഷ്ടാവുകയാണ്. അതേസമയം ഇവിടെ ഗേൾസ് ആണെങ്കിൽ ഓരോ ഗെയിമൊക്കെ കളിക്കുകയാണ്. ഗെയിമിനിടയിൽ അവർ പരസ്പരം ചോദിക്കും, നമ്മളെല്ലാവരും നമുക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരാളുടെ പേര് പറയണം. അതിന് പച്ചമുടി പെണ്ണ് അവൾ ചാടി എഴുന്നേറ്റ് നമ്മുടെ ഹീറോയുടെ പേര് പറയുകയാണ്. ആവരിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഷോക്കായി പോവും. അവൾ ഒരുപാട് വിഷമത്തില് നെഞ്ചത്തടിച്ച് ഒരു ഭാഗത്തിരിക്കും. അപ്പോഴായിരിക്കും ബാക്കിയുള്ള ഗേൾസും ഇപ്പോൾ ഹീറോയുടെ പേര് തന്നെ പറയുക. ആവരിക്കാണെങ്കിൽ അവളുടെ ടെൻഷൻ അത് കൂടി വരികയാണ്. ഉടനെ ഗേൾസ് എല്ലാവരും ഇപ്പൊ ആവരിയോട് ചോദിക്കും, മാഡം നിങ്ങളാണ് ഞങ്ങളിൽ വെച്ച് ഏറ്റവും സീനിയർ. സോ നമുക്ക് ഇഷ്ടപ്പെട്ട ബോയെ കറക്കിയെടുക്കാനുള്ള എന്തെങ്കിലും ഐഡിയ, ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? വേറെ വഴിയില്ലാതെ ആവരി അവൾക്കറിയാവുന്നതും ബുക്കിൽ വായിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ വേറൊരു പെൺകുട്ടി ഇപ്പൊ പച്ചമുടി പെണ്ണോട് ചോദിക്കും, നീ നമ്മുടെ ഹീറോ പയ്യനെ അവനെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് കേട്ട് ഇപ്പോൾ അവളുടെ മാരേജ് ഒന്ന് ഇമാജിൻ ചെയ്യും. എന്നിട്ട് നാണിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണ്. ആവരിക്കാണെങ്കിൽ അവളുടെ കലിപ്പ് കൂടി വരും. ഇനി ഒരു കാരണവശാലും ഈ പച്ചമുടി പെണ്ണിനെ ഹീറോയുടെ 7 അയലത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവൾ തീരുമാനമെടുക്കും. ഉറുമയ്ക്കാണെങ്കിൽ ആ ചോദ്യമൊന്നും തീരെ ഇഷ്ടാവില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള ഡിസ്കഷൻ അത് സ്കൂളിൽ വെച്ച് നടത്തുന്നത്? ഇതൊന്നും ശരിയല്ല എന്ന് പറയും. അതിനാവരെയും അവളെ സപ്പോർട്ട് ചെയ്യും. അതെ, ഇതൊന്നും ശരിയല്ല. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് പാർട്ടി ആഘോഷിക്കാനാണ്, അല്ലാതെ ഈ ചെറുപ്രായത്തില് കല്യാണത്തെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനല്ല എന്ന് പറഞ്ഞ് അവളും ഇപ്പൊ ദേഷ്യപ്പെടും. അതിന് ക്ലാര പറയും, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ എൻഗേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം, കല്യാണം പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രാന്തന്മാരെല്ലാവരും ഇപ്പൊ 1-ന് 5 പറഞ്ഞ് 10 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആക്ച്വലി ഇങ്ങനെയെല്ലാം നടക്കാൻ കാരണം നമ്മുടെ ആവരി അവൾ വാങ്ങിയ ആ കോഫി പൗഡർ ഉപയോഗിച്ച് അവർ ടീ കുടിച്ചതുകൊണ്ടാണ്. ആ ഒരു കോഫി പൗഡറിന് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. ഫ്രണ്ട്സും ആവരെയും നല്ല ഫ്രണ്ട്സായി. ഇപ്പൊ അവരെല്ലാവരും നമ്പറൊക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആവരിയെ തേടി ആ റൂമിലേക്ക് വരും. അതിനാ ഗേൾസ് എല്ലാവരും ഇത് ഗേൾസ് സ്പേസ് ആണെന്ന് പറഞ്ഞ് ഹീറോയെ പുറത്താക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.